അപ്പൊ കവടിയാർ പോലുള്ള ഒരു ഹബ്ബ്, ട്രിവാൻഡ്രം സിറ്റിയുടെ ഏറ്റവും പ്രൈം ലൊക്കേഷനായ ഒരു കവടിയാർ പോലത്തെ ഹബ്ബിൽ ഇത്തരം പ്രോപ്പർട്ടീസുകളുള്ള ഇത്രയും ഈ ഇയർ, അതായത് 2 വർഷത്തിന് താഴെയുള്ള വീടെ കിട്ടാൻ വളരെ റയറാണ്. ഞാൻ പറഞ്ഞു, കവടിയാർ ജംഗ്ഷനിൽ നിന്ന് 850 മീറ്ററാണ് ഇതിലേക്ക് വരുന്നത്. 5.5 സെന്റിലായിട്ട് 2400 സ്ക്വയർ ഫീറ്റിൽ 2 ഫ്ലോറിലും 2 TC ആയിട്ടുള്ള 2 ഫാമിലിക്ക് വേണമെങ്കിൽ താമസിക്കാനോ റെന്റ് ഔട്ട് ചെയ്യാനോ പറ്റുന്ന ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള പ്രോപ്പർട്ടികൾ വളരെ റയറാണ്. അപ്പം ഇത്തരം പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനുള്ളവർക്കോ അല്ലെങ്കിൽ നമുക്ക് ഈ കവടിയാർ അമ്പലമുക്ക്, അതുപോലെ ശാസ്തമംഗലം സിറ്റിക്കുള്ളിൽ, സിറ്റിയുടെ ഹൃദയഭാഗങ്ങളിൽ പ്രോപ്പർട്ടി നോക്കുന്ന. നമസ്കാരം, ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം കവടിയാർ ജംഗ്ഷൻ സമീപമാണ്. കവടിയാർ ജംഗ്ഷനിൽ നിന്ന് വെറും 850 മീറ്ററായി 5.5 സെന്റിലായിട്ട് 2400 സ്ക്വയർ ഫീറ്റുള്ള ഒരു അടിപൊളി ഒരു വീടാണ് നമ്മുടെ വിൽപ്പനയ്ക്കുള്ളത്. 2 TC ആണ്. ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ ചിന്തിക്കുന്നവർക്കും അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ രീതിയിൽ ചിന്തിക്കുന്നവർക്കും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 4 കാറോ അല്ലെങ്കിൽ 3-4 കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല റോഡ് ആക്സസിബിലിറ്റി ഉള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യല്. കവടിയാർ അമ്പലമുക്ക്, വെള്ളയമ്പലം, ശാസ്തമംഗലം, പൈപ്പുമൂടൊക്കെ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി 2 വർഷത്തിൽ താഴെ മാത്രമുള്ള പൂർണ്ണമായി ചുരുളിൽ തിരുത്ത ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ഉള്ള പ്രോപ്പർട്ടിയാണ്. അതിന്റെ വിശേഷങ്ങളിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ ദേ ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് 2-3-4 കാർ പാർക്കിംഗ് നമ്മുടെ ഗേറ്റിന്റെ 2 സൈഡിലേക്ക് നമുക്ക് തുറക്കാൻ പറ്റും. നല്ല രീതിയിൽ വീതിക്കാണ് ഗേറ്റിന്റെ കൊടുത്തിരിക്കുന്നത് കണ്ട് നമുക്ക് ഈ സൈഡിലേക്ക് വേണമെങ്കിൽ ഒരു 2 കാറോ 1 കാറോ 2 കാറോ ചെറിയ കാറുകൾ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. 2 വലിയ വാഹനങ്ങൾ വരുന്നെങ്കിൽ നമുക്ക് അതിനകത്തും പാർക്ക് ചെയ്യാൻ പറ്റും. പാർക്കിങ്ങിന്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും കൊടുത്തിട്ടില്ല. നല്ല വൈഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ട്. നമുക്ക് കാണാം വിശാലമായ കാർ പാർക്കിംഗ്. മുകളിലേക്ക് കയറി പോകാനുള്ള ഇപ്പൊ റെന്റിംഗ് പർപ്പസിനെ കൊടുക്കുന്നവർക്ക് നമുക്ക് അകത്ത് നിന്നും പുറത്ത് നിന്നും സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് തന്നെ നമുക്ക് ഏത് രീതി 2 TC കൂടി ആയതുകൊണ്ട് കവടിയാർ ഭാഗത്ത്, കവടിയാർ അമ്പലമുക്ക് ആ ഭാഗമൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം കവടിയാർ ഭാഗത്തൊക്കെ ഒരു വീടിന്റെ റെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. അത്തരക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ ലോൺ എടുത്തൊക്കെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു ഇതിന്റെ റെന്റ് മതി ലോൺ അടഞ്ഞു പോകാൻ, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയിട്ടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. കാർ പാർക്കിന്റെ കാര്യത്തിലേക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. നമുക്ക് അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. കവടിയാർ പോലുള്ള ഭാഗത്ത് നമുക്ക് 2 വർഷത്തിൽ താഴെയൊക്കെ വീടുകൾ കിട്ടാനായിട്ട് വളരെ റയറാണ്. ഒരുപാട് പേര് അന്വേഷിക്കുന്നവർക്ക് എന്തായാലും സെർച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം 2 വർഷത്തിൽ താഴെ കിട്ടുന്ന വീടുകൾ വളരെ റയറാണ്. 5 സെന്റിലായിട്ട് 2400 സ്ക്വയർ ഫീറ്റ് 5 ബെഡ്റൂം കൂടി 2 TC കൂടിയിട്ടുള്ള ഒരു വീടാണ് നമുക്കിന്ന് പരിചയപ്പെടാമോ. അതേ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി ഡിസൈൻ പാറ്റേൺ, ഒരുപാട് ഡിസ്റ്റർബൻസ് ഇല്ലാതെ നല്ല അടിപൊളി ക്ലാസ് ലുക്കിലായിട്ടുള്ള ഒരു തേക്കും തടിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഡോർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇന്നത്തെ മോഡേൺ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഹോളാണ്. ആ ഹോളിൽ തന്നെ നമുക്ക് നേരെ കാണുമ്പോൾ നമുക്ക് ഒരു കിച്ചൺ കാണാം. ഈ സൈഡിലേക്ക് കഴിഞ്ഞാൽ ലിവിംഗ് സ്പേസിന്റെ കാര്യത്തിലേക്ക് ഒരു എൽ മോഡൽ ഷേപ്പിലാണ് ഹാൾ കൊടുത്തിട്ടുള്ളത്. അവിടെ ഈ ലിവിംഗ് സ്പേസിന്റെ കാര്യത്തിൽ, സ്പേസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇന്റീരിയർ ഡിസൈൻ ആയിട്ട് അധികം ചെയ്തിട്ടില്ല. ബട്ട് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിലായിട്ടുള്ള ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, കളർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. സ്പേസസിന്റെ കാര്യത്തിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, മുകളിലത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. താഴത്തെ ഫ്ലോറിൽ ഫസ്റ്റ് ബെഡ്റൂം തന്നെ നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഒരു നല്ല എയർ സർക്കുലേഷൻ ഒക്കെ വരുന്ന ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന തരത്തിലേക്കുള്ള ബാത്ത് അറ്റാച്ച്ഡ് കൂടിയിട്ടുള്ള ഒരു ബാത്റൂമാണ്. ബാത്റൂംസ് ആയാലും അത്യാവശ്യം വലിപ്പമുള്ളതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ലൊരു കളർ പാറ്റേണും ബ്രാൻഡ് ക്വാളിറ്റി തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിൽ 2ാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതിന്റെ സ്പേഷ്യസിന്റെ കാര്യത്തിലൊന്നും യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. നല്ല രീതിയിലുള്ള വൈഡ് ആയിട്ടുള്ള ഒരു റൂംസ് തന്നെയാണ് കൊടുത്തിരുന്നത്. നമ്മൾ ഇന്ത്യയിൽ വർക്കൊന്നും നമുക്ക് നല്ല ഒരുപാട് ലൈറ്റും കളർ പാറ്റേൺ ഒന്നും കൊടുത്തൊന്നും ഡിസ്റ്റർബൻസ് ചെയ്യുന്നില്ല. അത്യാവശ്യം ക്ലാസ് ആയിട്ട് രീതിയിൽ തന്നെ ഇന്ത്യയിൽ ഡിസൈനും ചെയ്തിട്ടുണ്ട്. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടി കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ഇതിന്റെയും സൈസ് അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂംസ് അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ബ്രാൻഡ് ക്വാളിറ്റി തന്നെയാണ് ആ ബാത്റൂംസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ 2 ഫ്ലോർ ആണെങ്കിൽ 2 സൈഡിൽ നിന്നും പോട്ടെ, ഫ്രണ്ടിൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്. ടൈൽ പാറ്റേൺ, സ്റ്റെയറിലേക്ക് ടൈൽ പാറ്റേൺ ഒക്കെ അത്യാവശ്യം നല്ല ബ്രാൻഡ് ക്വാളിറ്റി തന്നെ കൊടുത്തിട്ടുള്ളത്. സൈഡ് ഹാൻഡിലെല്ലാം സ്റ്റീലിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു എൽ ഷേപ്പ് ഹോളാണ് വരുന്നത്. കണ്ടില്ലേ, നമുക്ക് ഇവിടെ ഒരു ഡൈനിങ് സ്പേസും അവിടെ ഒരു ലിവിംഗ് സ്പേസും ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു കിച്ചൺ, ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അത് എന്തായാലും നല്ല രീതിയിൽ അവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിലും അവിടെ ഒരു ബാൽക്കണി ഏരിയയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂമുകളായിട്ടാണ് ഇത് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡിസൈനിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇതിന്റെ സ്പേഷ്യസിന്റെ കാര്യത്തിലോ ഒന്നും ഒരുവിധ കോംപ്രമൈസും ഇല്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡിസൈൻ പാറ്റേണൊക്കെ സൂപ്പർ. മുകളിലത്തെ ഫ്ലോറിൽ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ഉണ്ട്. ആ സൈഡിലേക്ക് നമുക്ക് ഡൈനിങ് സ്പേസ് ഉണ്ട്. മുകളിലത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണ്. ഫസ്റ്റ് ബെഡ്റൂം വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ്. അതും എല്ലാ ബെഡ്റൂംസിലും തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് തന്നെ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയിലൊക്കെ ചിന്തിക്കുന്നവർക്ക് എന്ത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിനെ ഡെയിലി റെന്റ് ആയിട്ട് നമുക്ക് ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പൊ 2ാമത്തെ ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ് ഇത് വരുന്നത്. അതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. അതും നല്ല രീതിയിൽ ബ്രാൻഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള നമുക്ക് താമസ സൗകര്യത്തിനായാലും റെന്റിംഗ് പർപ്പസിനും അതും ആ റൂംസുകളും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം, അതായത് പിന്നെ മുകളിലത്തെ ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കിച്ചൺ വന്നിട്ട് ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ്. മുകളിലത്തെ ഫ്ലോറിൽ ഇപ്പോൾ റെന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. താഴത്തേക്ക് പോലെ തന്നെ ഇവിടെയും നല്ല യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ടുള്ള കിച്ചൺ ആണ്. സ്റ്റോറേജ് ഈ സൈഡിലൊക്കെ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ധാരാളം കൊടുത്തിട്ടുണ്ട്. കബോർഡ്സുകളെല്ലാം തന്നെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ കാണുന്നതിൽ വ്യത്യസ്തമായ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് നമുക്കൊരു സിറ്റ് ഔട്ട് ഏരിയ, കിച്ചണിൽ നിന്നൊരു സിറ്റ് ഔട്ട് ഏരിയ, അതിന് ഫസ്റ്റ് ഫ്ലോറിന്റെ ഒരു ഫീലിംഗ്സ് തോന്നുന്ന രീതിയിലേക്കുള്ള സിറ്റ് ഔട്ട് ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ സൈഡിലേക്ക് നോക്കിയാൽ ഹൈ റെസിഡൻഷ്യൽ ഏരിയ, കവടിയാർ കൊടുത്തൊരു ഹൈ വാല്യൂഡ് ഒരു പ്രോപ്പർട്ടി ആയിട്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതി കാറ്റഗറി തന്നെ നമുക്ക് പെടുത്താൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ഹൈ റെസിഡൻഷ്യൽ ഏരിയക്കകത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയും നമുക്ക് ഒരു വർക്ക് ഏരിയ സ്ഥലത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു സൈഡിൽ വാഷിംഗ് മെഷീൻ വയ്ക്കാനായിട്ടുള്ള നമുക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വാഷ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പുറത്ത് നിന്ന് മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ശരിക്കും ഫസ്റ്റ് ഫ്ലോറിന്റെ ഒരു ഫീലിംഗ്സ് പോലെ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയ. ബാക്കിൽ നിന്നുള്ള വിഷ്വൽസ് ഞാൻ കാണിച്ചു, ഫ്രണ്ടിൽ നിന്നുള്ള വിഷ്വൽസ് കാണിച്ചു. ഇവിടെയും നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് താഴെ നിന്ന് മുകളിലേക്ക് കയറി വരാനുള്ള അകത്ത് നിന്നും പുറത്തു നിന്നും നമ്മൾ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഫ്ലോറിൽ കൊടുക്കാനുള്ള ആ ഡിസൈൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഡിസൈൻ പാറ്റേൺ, അതെന്തായാലും ഏറ്റവും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാർക്കിംഗ് സ്പേസിന്റെ കാര്യത്തിലായാലോ, വീടിന്റെ സ്പേഷ്യസിന്റെ കാര്യത്തിലായാലോ, ലൊക്കേഷന്റെ കാര്യത്തിലായാലോ ഏതിലും ഒരു കോംപ്രമൈസ് കൊടുത്തിട്ടില്ല. അത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു ബ്രാൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ്, നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് ആയാലും നമുക്കൊരു റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ഏത് രീതി കാറ്റഗറി പെടുത്തുന്നവർക്ക് എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ പ്രോപ്പർട്ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ കവടിയാർ പോലെയുള്ള ഒരു ഹബ്ബ്, ട്രിവാൻഡ്രം സിറ്റിയുടെ ഏറ്റവും പ്രൈം ലൊക്കേഷനായ ഒരു കവടിയാർ പോലത്തെ ഹബ്ബിൽ ഇത്തരം പ്രോപ്പർട്ടീസുകളുള്ള ഇത്രയും ഈ ഇയർ, അതായത് 2 വർഷത്തിന് താഴെയുള്ള വീടെ കിട്ടാൻ വളരെ റയറാണ്. ഞാൻ പറഞ്ഞു കവടിയാർ ജംഗ്ഷനിൽ നിന്ന് 850 മീറ്ററാണ് ഇതിലേക്ക് വരുന്നത്. 5.5 സെന്റിലായിട്ട് 2400 സ്ക്വയർ ഫീറ്റിൽ 2 ഫ്ലോറിലും 2 DC ആയിട്ടുള്ള 2 ഫാമിലിക്ക് വേണമെങ്കിൽ താമസിക്കാനോ റെന്റ് ഔട്ട് ചെയ്യാനോ പറ്റുന്ന ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റിയുള്ള പ്രോപ്പർട്ടികൾ വളരെ റയറാണ്. അപ്പം ഇത്തരം പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനുള്ളവർക്കോ അല്ലെങ്കിൽ നമുക്ക് ഈ കവടിയാർ അമ്പലമുക്ക്, അതുപോലെ ശാസ്തമംഗലം സിറ്റിക്കുള്ളിൽ, സിറ്റിയുടെ ഹൃദയഭാഗങ്ങളിൽ പ്രോപ്പർട്ടി നോക്കുന്ന, വില കുറഞ്ഞൊരു പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് എന്തുകൊണ്ട് മേടിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി കൂടി ആയതുകൊണ്ട് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,50,00,000 രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. അതുപോലെ വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി കൊച്ചിയിൽ പ്രോപ്പർട്ടീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.